ഡോക്ടറെ ഡോക്ടറെ ഡോക്ടർ ഡോക്ടറെ. ഹലോ സിസ്റ്ററെ, 3-ാം നമ്പർ വാർഡിലേക്ക് ഇപ്പൊ ഒരു പേഷ്യന്റ് വരെ അഡ്മിറ്റ് ചെയ്തേക്കണേ. എന്താ ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ശരി ഡോക്ടറെ. ഡോക്ടറെ എന്താണോ എത്ര നേരം കൊണ്ട് ഞാൻ കിടന്ന് വിളിക്കുന്നത്? തനിക്ക് ഇത്രയും നേരം വിളിച്ചപ്പോഴത്തേനും ദേഷ്യം വന്നില്ലേടോ? ഓ, എന്റെ വീട്ടിൽ ഒരു മൂട് തെങ്ങുണ്ടോ? ഉണ്ട്. ഈ നാട്ടില് തെങ്ങ് കയറാൻ നീ ഒറ്റ ഒരുത്തനെ ഉള്ളോ? അതെ. ആ ഒരു മൂട് തെങ്ങേ കയറി തേങ്ങയിടാൻ നിന്നെ ഞാൻ 1 മാസമായിട്ട് വിളിച്ചോ? നീ വന്നോ? അപ്പൊ എനിക്ക് ദേഷ്യം വരുമോ? വരും. അപ്പൊ നീ ഇവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യും. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ വേറെ ഏതെങ്കിലും ആശുപത്രി പോ. അല്ല ഡോക്ടറിന്റെ ഒരു കാര്യം. ഡോക്ടറെ അങ്ങനെ ഒരു മൂട് തെങ്ങിലായിട്ട് കയറുന്ന പരിപാടിയൊക്കെ ഞാൻ നിർത്തി ഡോക്ടറെ. ഇപ്പൊ ഒരു 10-15 തെങ്ങുണ്ടെങ്കിൽ എനിക്ക് കയറാൻ പറ്റത്തുള്ളൂ. ഓ, 10-15 തെങ്ങുണ്ടെങ്കിലേ നീ കേറത്തുള്ളൂ അല്ലേ? അതെ. എന്താണ് നിന്റെ പ്രശ്നം? പനിയാണല്ലേ? തൊണ്ട കരകരപ്പുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. മൂക്കടപ്പുണ്ടോ? ഇല്ല ഇല്ല. തലവേദന ഉണ്ടോ? ജലദോഷം ഉണ്ടോ? ഇല്ലെന്ന്. അപ്പൊ ഇതെല്ലാം കൂടെ വരട്ടെ, എന്നിട്ട് ഞാൻ നോക്കാം. എടാ എനിക്ക് അതാണടാ ലാഭം. നീ എന്തോന്ന് പറഞ്ഞു? നിനക്ക് 10-15 തെങ്ങുണ്ടെങ്കിലല്ലേ വരാൻ പറ്റുള്ളൂ. അതുപോലെ എനിക്ക് ഇതെല്ലാം കൂടെ ഉണ്ടെങ്കിൽ നോക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. നോക്കുകയാണല്ലേ? എന്നെ ഫർഗീസിന്റെ സൗണ്ട് ആണ് ഉദ്ദേശിച്ചെങ്കിൽ 7 അയലത്ത് ഞാൻ നാളെ തന്നെ ഒന്ന് തെങ്ങിക്കാറ് തേങ്ങ ഇട്ട് തരാം. എന്നെ വെടിവെച്ച് കൊല്ലരുത്. വെടിവെച്ച് കൊല്ലാന്? പിന്നെ ഇതെന്തരുത്? എടോ ഇത് തോക്കല്ല, പനി നോക്കാനുള്ള മെഷീനാ. തീവ്രമായ പനിയൊക്കെ ഉണ്ടെങ്കിൽ അറിയാം. തീവ്രമായ പനി ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടി ഏതാണ്ട് തീവ്രവാദി കണ്ടുപിടിച്ചതാ. അതാ തോക്കിന്റെ ഷേപ്പ്. സത്യമായിട്ടും എന്റെ ഒരു തോക്കുണ്ടായിരുന്നേ, നിന്നെ ഞാൻ വെടിവെച്ച് കൊല്ലും ഞാൻ. എന്തോ വർത്താനവിടാ നീ പറയുന്നത്? കുറച്ച് കഷ്ടമുണ്ട്. എന്തായാലും താൻ അവിടെ ഇരിക്കും, നമുക്ക് DP നോക്കാം. DP നോക്കാനൊന്നുമില്ല. എന്റെ കാമുകിയുടെ ഫോട്ടോ ഞാൻ ഇട്ട് വെച്ചേക്കുന്നത്. എന്തോന്നെങ്കിൽ അവള് സെറ്റ് ആവൂല. DP എടോ DP അല്ലടോ BP. ഓ BP. എന്തായാലും താൻ ഇവിടെ ഇരിക്കും കേട്ടോ. കുറച്ച് നേരമൊക്കെ പിടിക്കും, കാരണം ഇതൊക്കെ എടുത്ത് വെച്ച് വരുമ്പോഴത്തേനും. കൈയോടെ എന്റെ ഒരു സാധനം ഇവിടെ ഓക്കെ. ഇവിടെ തനിക്ക് BP ഇല്ലടോ? ഞാൻ കുറെ നേരം കൊണ്ടിട്ട് ഞെക്കണേ. പറഞ്ഞ ആപ്പിളിലാണിട്ട് ഞെക്കണത്. അത് പിന്നെ ഈ ആപ്പിള് പഴുത്തോന്ന് ഞാൻ നോക്കിയത്. എന്നാലും മാറിപ്പോയതാന്ന് സംസാരിച്ചു തരരുത് കേട്ടോ. BP നോർമലാ കേട്ടോ, BP നോർമലാ. ഡോക്ടറെ, ഞാൻ ആ എക്സ്റേ റൂമിന്റെ ഫ്രണ്ടിൽ കൂടാ വന്ന്. അവിടുത്തെ പെണ്ണുങ്ങളുണ്ടല്ലോ, ഒരു പണിയില്ലാതെ കുശുമ്പും കുഞ്ഞായ്മയും പറഞ്ഞ് പേനുകൊണ്ടോണ്ടിരിക്കുന്നു ഡോക്ടറെ. ആണോ? ഓ, തന്റെ തലേന്റെ ഒരു എക്സ്റേ, കൈന്റെ ഒരു എക്സ്റേ, കാലിന്റെ ഒരു എക്സ്റേ, ഇത്ര എക്സ്റേ എടുക്കണേ. അല്ല താനല്ലേ പറഞ്ഞ ആ റൂമിലെ പെണ്ണുങ്ങൾ ഒരു പണിയില്ലായിരിക്കണമെന്ന്? അവർക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കണ്ടേ? എന്റെ ദൈവമേ, ഓപ്പറേഷൻ തിയേറ്റർ ഫ്രീ ആയിട്ട് കിടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെന്നെ പിടിച്ച് ഓപ്പറേറ്റ് ചെയ്യുമായിരുന്നു. അനിയ, ഈ ഗുളികകളൊക്കെ കഴിക്കണം, കാരണം നിന്റെ നെഞ്ചിലിപ്പോ ഇൻഫെക്ഷൻ ആയിരിക്കുകയാണ്, ന്യൂമോണിയ ആവും. അതുകൊണ്ട് ഈ ഗുളികകളൊന്നും മറക്കാതെ ഓർമ്മിച്ച് കൃത്യമായിട്ട് കഴിക്കണം. അഥവാ ഞാൻ മറന്നാ നീ ഓർമ്മയാവും. ദേവാളിലേക്കൊന്ന് വരാവോ? എന്തിനാ? ഡെങ്കിപ്പനി വന്നാക്കേ, ഇച്ചിരി സീരിയസാ. പോവണ്ട, ഞാൻ ഒന്നും വരൂല. ഡെങ്കി പനിയാണ്, പനി പകരും. ഞാനെങ്ങാനും പനി പിടിച്ച് ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വരില്ല. അനിയ നീ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ നേഴ്സുമാര് ഓരോരോ കാര്യങ്ങളും. എന്തായാലും നീ ശ്വാസം വലിച്ചു വിട്. ഒന്നുകൂടി. ഇനി ശ്വാസം ഒന്ന് വലിച്ചു പിടിച്ചേ. പിടിച്ചോ. വിടരുത്. അയ്യോ, 48 സെക്കൻഡ് നീ ശ്വാസം പിടിച്ചു വെച്ച്. ഒരു 12 സെക്കൻഡും കൂടെ പിടിച്ചിരുന്നെങ്കിൽ 1 മിനിറ്റ് ഇതൊക്കെ ആയിരുന്നു. ഇനി നീ ടൈമർ പിടി, ഞാൻ ശ്വാസം പിടിച്ചു വെക്കാം. എന്റെ ദൈവമേ, ഇത് ആശുപത്രി തന്നെയാണ്. എന്റെ പൊന്നു ഡോക്ടറെ, ഈ തമാശയൊക്കെ വിളിച്ചെന്നെ പനിയുടെ കാര്യം പറ. ഇപ്പോഴത്തെ പനിയാണ്, സൂക്ഷിക്കണം. മ്യൂസിയത്തിൽ കൊണ്ടുപോയി സൂക്ഷിച്ചാ മതിയോ? സത്യം പറഞ്ഞ പനിയല്ലേ മ്യൂസിയത്തിൽ കൊണ്ടുപോയി സൂക്ഷിക്കണ്ടേ? പിന്നെ നിന്റെ വായി നിപ്പ വന്ന വർത്താനം വിദ്യ അവ കൊണ്ട് സൂക്ഷിച്ചു പോയി. അവൻ പനി മ്യൂസിയത്തിൽ കൊണ്ട് സൂക്ഷിക്കും. അയ്യോ എടോ, തനിക്ക് ആ കോളൊന്ന് എടുത്തൂടെ? അത് പനിക്കോളാണോ? അത്ര പനിക്കോളോ? പിന്നെ അല്ലായോ, എന്റെ പനി മാറിയോ, ഞാൻ ഡോക്ടറിനെ കണ്ടോ, ഡോക്ടർ എന്തു പറഞ്ഞു എന്നൊക്കെ അറിയാൻ വേണ്ടി എന്റെ കൂട്ടുകാരൻ വിളിക്കുന്നതാണ്. അതാണ് പനിക്കോളെന്ന് പറഞ്ഞത്. ഓ അങ്ങനെ. എന്തൊക്കെയായാലും ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, ഞാൻ പോയി ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരാം. ശരി ഡോക്ടറെ. ഓ
കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. പനിക്കാലം വന്നു പനിക്കാലം, ചൂടുണ്ടോ നെറ്റിയിൽ ചൂടുണ്ടോ, കപക്കെട്ടുകൊണ്ടൻ മനസ്സിൽ നിമോണിയ പന്തലൊരുങ്ങി, സിറപ്പടിച്ചതിനകത്ത് കരളെല്ലാം കൂടെ കുരുങ്ങി. അങ്ങനെ പൂക്കാലം വന്നു പൂക്കാലം. ഞാൻ എവിടെ പോയാലും നീയാ. അങ്ങനെയാണെങ്കിൽ കൊളസ്ട്രോൾ കേട്ടോ. അങ്ങനെ പറഞ്ഞേ എല്ലേ പറഞ്ഞ നീ എവിടെ പോയാലും നെയ്യാണെന്ന്. എടാ അതല്ല നിന്റെ കാര്യ ഞാൻ പറഞ്ഞേ. അല്ല എന്താ പറ്റിയേ? എനിക്ക് പനിയാ. നിനക്കാ? എനിക്കും പനിയാ. എനിക്കും പനി നിനക്കും പനി. അപ്പൊ ഇത് സാധാ പനിയല്ല, പ്രേമപ്പനി തന്നെ. മിണ്ടായിരിക്കടാ. അതെ എന്റെ ഫ്ലാറ്റിൽ എല്ലാവർക്കും പനിയാ. ഫ്ലാറ്റിലെ കൂർക്ക കയറിയപ്പോ പനിയാന്നേ. അതാണ് ഈ പനിക്കൂർക്ക. തമാശ വിട്. ഇപ്പൊ എന്തൊക്കെ പനിയാന്നറിയോ? ഡെങ്കിപ്പനി, തക്കാളിപ്പനി, എലിപ്പനി, വൈറൽ പനി, പിന്നെ ഇപ്പൊ എന്തോ പനി ഉണ്ടല്ലോ, ശിഖല്ല. പനി വന്ന് തിരിഞ്ഞു പോയാ? പനി വന്ന് തിരിഞ്ഞു പോയി കഴിഞ്ഞാ നിപ്പ. നിപ്പ എന്തുകൊണ്ടാണ് വരുന്നത്? വവ്വാല് കാരണമല്ലേ. വവ്വാല് തല തിരിഞ്ഞല്ലേ കിടക്കുന്നത്. അപ്പൊ പനി വന്ന് തിരിഞ്ഞു പോയി കഴിഞ്ഞാ അത് നിപ്പയാണ്. അത് മാത്രമല്ല, ഇപ്പോഴത്തെ പനിയൊന്നും ശരിയല്ല. 1 മാസമായിട്ട് പനി പോവാത്തവരെ എനിക്കറിയാം. ആർക്ക്? അപ്പൂപ്പൻ താടി സീരിയലിലെ നടി 1 മാസമായി പനി വന്നിട്ട് ഇതുവരെ പോയിട്ടില്ല. അതാണ് സീരിയൽ പനി. അല്ല നിന്റെ ബിസിനസ് ട്രിപ്പിന്റെ കാര്യമൊക്കെ എന്തായി? ഏത്? അയ്യോ അമ്മേ, വയ്യല്ലോ. വയ്യാത്തോണ്ട് ബിസിനസ് ട്രിപ്പ് ഒന്നും കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നിന്റെ ജോബൊക്കെ എങ്ങനെയുണ്ട്? നിനക്കറിയാലോ ഞാൻ വർക്ക് ഫ്രം ഹോമാ. ശരിയാണ്. തെങ്ങോട്ടാൻ പോണവന് ബിസിനസ് ട്രിപ്പ്, വീട്ടു ജോലിക്ക് പോണോക്ക് വർക്ക് ഫ്രം ഹോം. ശരിയാക്കി കൊടുക്കാം മോളെ. ആ ചീട്ടും കൊണ്ട് ഒന്നിങ്ങോട്ട് വരുമോ? എടേ ആരടി വർക്ക് ഫ്രം ഹോം? നീ ആ സുധാകരൻ ഡോക്ടറിന്റെ വീട്ടിൽ ജോലിക്കല്ലേടി പോണത്? ഡോക്ടറെ ദൈവമായിട്ടാണ് ഒരു ബിസിനസ്സുകാരൻ ചെറുക്കനെ തന്നത്. അയ്യോ ഡോക്ടറെ നമ്മളെ കല്യാണം മുടക്കരുത്. ഞാനായിട്ട് ഞാരുടെ കല്യാണം മുടക്കുന്നി. എന്തായി നീ വാ. അതെ കൗണ്ട് കുറവാണേ മോളെ. എന്നാ ഞാൻ പോയി 2 എഴുതിയിട്ട് വരാം. കൗണ്ടർ കുറവാണെന്നാണ് ഞാൻ പറഞ്ഞത്. രക്തത്തിൽ പ്ലേറ്റ്ലെറ്റ് കുറവാണ്. അയ്യോ നേരത്തെ പറയണ്ടേ, ഞാൻ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വരൂലേ. എന്തോ 2 പ്ലേറ്റ്. പോടാ ഇവിടെ തെണീറ്റ്. നിന്റെ അടുത്തൊന്നും പറഞ്ഞ ഒരു കാര്യമില്ല. അല്ല ഡോക്ടറെ, ഡോക്ടറെ ഏതാണ്ട് ഇൻഡക്ഷൻ എടുക്കാൻ പോകുന്നല്ലേ പറഞ്ഞത്. സൂചിയൊക്കെ എവിടെ? എടാ നിനക്ക് ഇഞ്ചക്ഷൻ എടുക്കണ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഈ വാർഡിൽ രാവിലെ ആയിട്ട് വൈകിട്ട് വരെ ഞാൻ പാരാന്ന് നടന്ന് ഓടയല്ലേ. എനിക്ക് ഭയങ്കര നടുവേദന. അതുകൊണ്ട് എനിക്കൊരു ഇഞ്ചക്ഷൻ എടുക്കണ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പപ്പായ എവിടെ? പപ്പായ പഴുത്തില്ലടാ, പഴുക്കുമ്പോ കൊണ്ടുവരാവേ. അയ്യോ പപ്പായ അല്ല, നിന്റെ പപ്പ എവിടെ? കല്ലേട്ടാൻ പോയി. അല്ല നമ്മുടെ പുതിയ സ്ഥാപനത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കല്ലെടുത്തത് കാണാൻ പോയതാ. മമ്മി എവിടെയാണ്? ഈജിപ്തിലാ. നേഴ്സായിരിക്കുമല്ലേ? ദൈവമേ കൊണ്ടുതരികയാണല്ലോ. അതെ 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 ഈജിപ്തിലെ നേഴ്സാ. അല്ല നിന്റെ ഡാഡി വന്നല്ലോ. അയ്യോ ഇത്രയും പ്രായമായി എന്നിട്ട് എനിക്ക് ഇതുവരെ താടി വന്നിട്ടില്ല. ഇനി വല്ല കരടി നീര് വല്ലതും മഞ്ച് തേച്ചു നോക്കാം. എടാ താടിയുടെ കാര്യമാണോ ഞാൻ പറഞ്ഞേ? നിന്റെ ഡാഡിയുടെ കാര്യ ഞാൻ ചോദിച്ചേ. അച്ഛനെ കാര്യം പറയേണ്ട ആവശ്യമുണ്ട്. റിസർവ് ബാങ്കിലെ കമ്മട്ടും കാശുമൊക്കെ ആയിട്ട് അച്ഛന് കുടുംബത്തിന് നോക്കാൻ എവിടെ സമയം? കുഞ്ഞുനാൾ മുതലേ അച്ഛൻ ഞങ്ങളുടെ കുടുംബത്തിനെ പറ്റി ഒട്ടും മുതലായിരുന്നു. ഒരച്ഛനെ സ്നേഹം കിട്ടാതെ വളർന്നതിന്റെ വിഷമം നിനക്ക് മനസ്സിലാവില്ല. ഒരു മിനിറ്റ് ഒരു ആവശ്യത്തിന് നിന്ന് അങ്ങോട്ട് വരുമോ? എന്താ ഡോക്ടറെ? ആരടാ റിസർവ് ബാങ്കിൽ ജോലി ചെയ്യണേ? എന്തൊക്കെ കള്ളോടാ അടിച്ച് നീ വിടണത്? ഡോക്ടർമാരടുത്തും വക്കീലുമാരടുത്തും മാത്രമേ കള്ളം പറഞ്ഞു വിടാതുള്ളൂ. പ്രേമിക്കണ്ട പെണ്ണിന്റെ അടുത്ത് ഇത്തിരി കള്ളൊക്കെ പറയാൻ ഡോക്ടറെ. അയ്യോ ഷൂ കണ്ടിന്യൂ. കൂടെ നിൽക്കാനാ ഡോക്ടറെ. വലിയ ജോലിയൊക്കെ. വലിയ ജോലി. എടാ നീ ഡാഡി കാണാൻ വരാന്ന് പറഞ്ഞിട്ട് എന്താ വരാഞ്ഞേ? അത് കേറി ഇറങ്ങി എനിക്ക് സമയമില്ല. അത് പിന്നെ മോളെ ഈ ചെറുക്കൻ ഇപ്പൊ പനിയല്ലേ. അപ്പൊ ആശുപത്രിയിൽ കേറാ ഇറങ്ങാ അങ്ങനെയല്ലേ അവൻ നടക്കണ. അതാണ് അവൻ പറഞ്ഞത്. എന്തായാലും പനി മാറിക്കഴിഞ്ഞാ അവൻ വന്ന് മോളെ പപ്പയെ കാണും. അല്ലേടാ? പിന്നെ ഞാൻ കാണും. വിളിച്ചു പറഞ്ഞിട്ട് വേണം വരെ. എന്റെ വീട് ഷിഫ്റ്റ് ആക്കി. അപ്പൊ ഭവാനിയമ്മരെ വീട്ടിൽ നിന്ന് ജോലി മാറും. എടാ നമ്മളെ ജംഗ്ഷനില്ലേ, ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലോട്ട് തിരിയുമ്പോഴത്തേക്കും വെള്ള പെയിന്റ് അടിച്ച ചുമന്ന മതില് കാണാം. അല്ല വെള്ള പെയിന്റ് അടിച്ച മതിലിന്റെ അടുത്ത് ഒരു ചുമന്ന കാറ് കാണാം. പിന്നെ വീട്ടിന്റെ ഫ്രണ്ടില് ഒരു പുളിമരം ഉണ്ട്. ഞാൻ പറഞ്ഞെന്തെന്നറിയാമോ? നിനക്ക് വരുമ്പോഴത്തേക്ക് മനസ്സിലാവുമല്ലോ. ശിവനെ പ്രഭാകരൻ ഡോക്ടറിന്റെ വീട്.
പുളിങ്കൊമ്പാണെന്ന് പറഞ്ഞ് ചൊറിയണത്തിലാണല്ലോ ഈ ചെറുക്കൻ കയറി പിടിച്ചത്. ആ കുഴപ്പമില്ല, അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയും. അനിയാ ഈ ഗുളികകളൊക്കെ കഴിക്കണം. പിന്നെ 2 ദിവസത്തേക്ക് തെങ്ങ് കയറാനൊന്നും പോണ്ട. തെങ്ങേറാനാ? അപ്പൊ തനിക്ക് തെങ്ങേറ്റായിരുന്നല്ലേ പണി? എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു, എവിടെ പോയാലും കരിക്ക് ഷേക്കല്ലേ വാങ്ങിച്ചു കുടിക്കുന്നത്. അയ്യോ, എനിക്ക് തെങ്ങേറ്റമല്ല, ബിസിനസ് ട്രിപ്പ്. ഈ ടൈമിന് എനിക്ക് ഈ ജിമ്മിൽ പോകുന്നൊന്നും ഇഷ്ടമല്ല. അപ്പൊ കായികത്തിന് വേണ്ടി ഞാൻ തെങ്ങ് കയറാറുണ്ട്. എനിക്ക് എപ്പോഴാണ് ഫ്രീ ടൈം ഉള്ളത്? അവ ഫുൾ ടൈം ഫ്രീ അല്ലേ, അതുകൊണ്ട് എപ്പോഴും തെങ്ങ് കയറാൻ പോകും. സ്നേഹിച്ച പെണ്ണിന്റെ അടുത്ത് തൊഴിൽ മാറ്റി പറഞ്ഞത് എനിക്ക് സഹിക്കാൻ വയ്യ. എന്റെ ഡാഡി മമ്മി ഇതറിഞ്ഞ ഇവിടെ ബാക്കപ്പും ബ്രേക്കപ്പും അല്ല, ഇവിടെ ഡിസ്ചാർജ്. അത് ഞാൻ പറയും, അതൊന്നും നിങ്ങളോട് പറയാൻ പറ്റൂല. മോളെ, നിനക്ക് പനിയല്ലേ? തന്നെ അങ്ങനെ തൊണ്ട അലറി വിളിച്ച് സംസാരിക്കാമോ? ഇല്ല. റെസ്റ്റ് എടുക്കണം. ഈ ഗുളികകളൊക്കെ മറക്കാതെ കഴിക്കണം. 2 ദിവസത്തേക്ക് വീട്ടു ജോലിക്കൊന്നും പോണ്ട. എന്റെ സ്വഭാവേ നിനക്ക് അറിയത്തില്ല. നീ എന്താ പറഞ്ഞ? നിന്റെ ജോലി മാറ്റി പറഞ്ഞല്ലേടാ, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നീ പറഞ്ഞാടി അതൊക്കെ വിടാ, അതാണ് ഇവിടുത്തെ വിഷയം. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഈ കേസ് അങ്ങ് വിടാം. ഞാൻ ക്ഷമിച്ചു. നീയോ? പിന്നെ ഞാൻ ക്ഷമിച്ചു. അവൾ ഇവനെയും പറ്റിച്ച്, ഇവ അവളെയും പറ്റിച്ച്. എന്ത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ചെന്ന്. ഡേയ്, ഞാനൊരു കാര്യം പറയാം. എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വം ഉണ്ട്. സ്വന്തം ജോലി അഭിമാനത്തോടെ സമൂഹത്തിന്റെ മുന്നിൽ വിളിച്ചു പറയണം, അല്ല ജോലി മാറ്റി പറയല്ലേ വേണ്ടത്. എടാ, ആ ജോലിയാണോ നമ്മൾ അന്നം. മനസ്സിലായോടാ? മനസ്സിലായി.